രാഷ്ട്രീയ ബോധമില്ലാത്തവർ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാത്തവർ, സോഷ്യൽ മീഡിയയിലും ഗെയിമിംഗിലുമെല്ലാമായി ജീവിതം വെറുതെ പാഴാക്കുന്നവർ. ഇങ്ങനെ പലതരം കളിയാക്കലുകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വരുന്നൊരു തലമുറയാണ് ജെൻസി കിഡ്സ്. എന്നാൽ ഇതേ ജെൻസികൾ മുന്നിട്ടിറങ്ങിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ലോകശ്രദ്ധ ആർജിക്കുന്ന തരത്തിൽ ഫലം കാണുന്ന കാഴ്ച കൂടിയാണ് നാം ഇപ്പോൾ കാണുന്നത്. ശ്രീലങ്കയും നേപ്പാളും ബംഗ്ലാദേശും അടക്കം ഇന്ത്യയുടെ അയൽപ്പക്കത്തുള്ള 3 രാജ്യങ്ങളിലും സർക്കാരിനെ താഴെ ഇറക്കിയത് പുതുതലമുറയുടെ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും തന്നെയാണ്. ആഗോളതലത്തിലുണ്ടാവുന്ന ഗൗരവമേറിയ പല പ്രശ്നങ്ങളിലും ജെൻസി കിഡ്സ് നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയും കാണാം. യുവതലമുറയുടെ അലർച്ചയും രക്തവുമാണ് തെരുവുകൾ മുഴുവനും. നമ്മുടെ തൊട്ടയൽ രാജ്യമായ നേപ്പാളിൽ നടക്കുന്നത് ഒരുതരം ജെൻസി വിപ്ലവമാണ്. നേപ്പാൾ നഗരമായ കാഠ്മണ്ഡുവിൽ ആയിരക്കണക്കിന് യുവാക്കൾ നിയന്ത്രിത മേഖലകൾ ലംഘിച്ച് പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് പ്രതിഷേധവുമായെത്തി. എന്നിരുന്നാലും അടക്കിപ്പിടിച്ച കോപത്തിന്റെ ശക്തമായ ഒഴുക്ക് നിരോധനത്തിന് അപ്പുറത്തേക്ക് പോകുന്നു. നേപ്പാളിൽ അഴിമതിയുടെ പേരിൽ സർക്കാരിനെതിരെ രോഷം പുകയുന്നതിനിടെയാണ് സർക്കാർ സോഷ്യൽ മീഡിയ പേജുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, യൂട്യൂബ്, എക്സ് തുടങ്ങിയവ നിരോധിച്ചത്. ഇതോടെ പ്രതിഷേധക്കാർ തലസ്ഥാനത്തെ തെരുവുകളിലേക്ക് ഇറങ്ങുകയും വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു. നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന യുവജന പ്രക്ഷോഭം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ മാത്രമല്ല, രാജ്യത്ത് നടക്കുന്ന അഴിമതിക്കെതിരെയുള്ളത് കൂടിയാണ്. സമൂഹ മാധ്യമങ്ങൾ സർക്കാർ നിരോധിച്ചത് വ്യാപക പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും തുടർന്നുണ്ടായ പോലീസ് വെടിവെപ്പിൽ കുറഞ്ഞത് 19 പേർ കൊല്ലപ്പെട്ടതുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണം. എന്നാൽ മാർച്ചിൽ നടന്ന രാജഭരണ അനുകൂല പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തേതെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രക്ഷോഭം അഴിമതിക്കെതിരെയുള്ളതാണ്. അപ്പോഴും ഒരു കാര്യമുണ്ട്, നിലവിലെ പ്രക്ഷോഭത്തിന്റെ പ്രധാന ഗുണഭോക്താവായി മാറാൻ രാജാവ് ജ്ഞാനേന്ദ്ര ഷാ ശ്രമിക്കും. വിജയിക്കാൻ സാധ്യതയും കുറവാണ്. പ്രതിഷേധങ്ങൾക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ #പൊളിറ്റീഷ്യൻസ് നെപ്പോ ബേബി നേപ്പാൾ, #നെപ്പോ കിഡ്സ്, #നെപ്പോ ബേബി തുടങ്ങിയ ഹാഷ്ടാഗുകൾ ടിക്ടോക്ക്, റെഡിറ്റ്, മറ്റ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രെൻഡിംഗ് ആയിരുന്നു. പിന്നീട് ഈ ഓൺലൈൻ വിയോജിപ്പുകൾ തെരുവുകളിലേക്ക് വ്യാപിച്ചു. സെപ്റ്റംബർ 5-ന് ഒലി സർക്കാർ 26 സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചു. 19 പേരുടെ മരണത്തിനിടയാക്കിയ ഏറ്റവും പുതിയ പ്രതിസന്ധിക്ക് അത് കാരണമായി തോന്നുന്നു. 15 മുതൽ 29 വയസ്സ് പ്രായമുള്ളവരിൽ ഏകദേശം 19.2% വരുന്ന കടുത്ത ദാരിദ്ര്യവും ഉയർന്ന യുവാക്കളുടെ തൊഴിലില്ലായ്മയും നിരവധി യുവാക്കളെ യുക്രൈൻ-റഷ്യ യുദ്ധത്തിൽ കൂലിപ്പണിക്കാരായി ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചു. വ്യാപകമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും അഴിമതിക്കുമിടയിൽ സാധാരണ പൗരന്മാരുടെ പോരാട്ടങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി രാഷ്ട്രീയക്കാരുടെ കുട്ടികളുടെ ആഡംബര ജീവിത ശൈലിയെ സ്വദേശത്തും വിദേശത്തുമുള്ള നേപ്പാളികൾ എടുത്തു കാണിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, യൂട്യൂബ് എന്നിവ ഉൾപ്പെടെ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ സെപ്റ്റംബർ 4-ന് ഒലി സർക്കാർ ഇതെല്ലാം നിരോധിച്ചതിനെതിരെ പ്രതിഷേധമുയർന്നതോടെ നെപ്പോ കിഡ്സ് ക്യാമ്പയിനും ഉടൻ തന്നെ ശക്തി പ്രാപിച്ചു. നേതാക്കളുടെ കുട്ടികളെ സാധാരണ പൗരന്മാരുടെ പോരാട്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വീഡിയോകൾ പൊതുജന രോഷത്തിന് ആക്കം കൂട്ടി. നേപ്പാളിലെ സെലിബ്രിറ്റികളുടെ പിന്തുണ ഉൾപ്പെടെ പൊതുജന പിന്തുണ വർദ്ധിക്കുന്നതോടെ ജേർണലിസ്റ്റ് നയിക്കുന്ന പ്രക്ഷോഭം നേപ്പാളിന്റെ രാജ്യവാഴ്ചാനന്തര സ്ഥിതിയെ വെല്ലുവിളിക്കുന്ന ഒരു തലമുറ മാറ്റത്തിന്റെ കഥ പറയുന്നു. യുവജന പ്രതിഷേധത്തിൽ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇതിനു പിന്നാലെ നേപ്പാൾ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക്, ആരോഗ്യമന്ത്രി പ്രദീപ് പൗഡേൽ, കൃഷിമന്ത്രി രാംനാഥ് അധികാരി എന്നിവരും രാജിവെച്ചിരുന്നു. നേപ്പാൾ പാർലമെന്റും സുപ്രീം കോടതിയും പ്രസിഡൻഷ്യൽ പാലസും പ്രക്ഷോഭകർ തകർത്തിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി സലനാഥ് ഖനാലിന്റെ വീടും പ്രക്ഷോഭകാരികൾ തീയിട്ടിരുന്നു. പിന്നാലെ വീട്ടിനുള്ളിലുണ്ടായിരുന്ന ഖനാലിന്റെ ഭാര്യ രാജ്യലക്ഷ്മി ചിത്രാകർ വെന്തുവരിക്കുകയും ചെയ്തിരുന്നു. വിപ്ലവകാരികളുടെ നിർദ്ദേശപ്രകാരം മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായും ഇന്ന് ചുമതലയേൽക്കും. ലോക ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ഇത്തരം പ്രതിഷേധങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചത് അതത് കാലത്തെ യുവാക്കളാണ്. നേപ്പാൾ പഴയപടി തിരിച്ചു വരുമെന്നും പ്രതീക്ഷിക്കാം. എന്നാൽ ഇന്ന് ജെൻസി നേരിടേണ്ടി വരുന്ന അത്ര അധിക്ഷേപങ്ങൾ ആ തലമുറകൾ നേരിട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ശരിയാണ്, ഈ കിഡ്സ് ഫ്രസ്ട്രേറ്റഡ് ആണ്. തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കിട്ടാതെ ആവുമ്പോൾ, ചൂഷണത്തിന് വിധേയരാവേണ്ടി വരുമ്പോൾ, സന്തോഷങ്ങൾ ഇല്ലാതാവുമ്പോൾ ഈ കിഡ്സ് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഈ പോരാട്ടങ്ങൾക്കുള്ള ഊർജവും. ഇപ്പോൾ നേപ്പാളിലടക്കം നടക്കുന്ന ജെൻസി പ്രതിഷേധത്തിന്റെ രീതിയിൽ പലർക്കും എതിർപ്പുണ്ടാവാം. പക്ഷെ അവർക്ക് മറ്റു വഴിയില്ലാത്ത രീതിയിൽ അവരെ മാറ്റിയത് ഇതേ ഭരണകൂടങ്ങളും അധികാര സംവിധാനങ്ങളുമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്.